ഇന്ന് നമുക്ക് ഓണസദ്യയിൽ വിളമ്പാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറി തയ്യാറാക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്ക് പോലും റെഡിയാക്കി എടുക്കാവുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വയറിൻ്റെ പുളിച്ചു തകട്ടലിനും അസിഡിറ്റിക്കൊക്കെ പറ്റുന്ന നല്ലൊരു സൂപ്പർ കറി. ഇത് നിങ്ങൾ ഓണത്തിന് എന്തായാലും വെച്ച് നോക്കണം. ഓണത്തിൻ്റെ ഒരു പ്രധാന വിഭവമാണിത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ മിക്സഡ് ജാറിലേക്ക് നമുക്കൊരു 2-3 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് തേങ്ങയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. നല്ല ഫ്രഷായ 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം പുളിയുള്ള തൈരാണ്. അതും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് വറുത്തിടണം. ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. അതേപോലെ 2-3 വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ബൗളിൽ എടുത്ത് വെച്ചിരിക്കുന്ന കറിയിലേക്ക്, ആ തൈരിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇതങ്ങ് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം. അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുന്നതിന് വേണ്ടി ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴേ ഇതിൻ്റെ നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് എടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഓണത്തിന് നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ ഓണത്തിന് നമ്മൾ പലവിധ വിഭവങ്ങളൊക്കെ കഴിച്ച് വയറിന് പുളിച്ചു തകട്ടലും അസിഡിറ്റിയൊക്കെ വരുന്ന സമയത്ത് ഇത് സദ്യയിലുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. വയറിന് നല്ല നോർമലായിട്ട് നമുക്ക് വയറിരിക്കും. അത്രയും നല്ല കറിയാണിത്. ഇപ്പോൾ നല്ല ഒരു ഇഞ്ചിത്തൈരിൻ്റെ റെസിപ്പിയാണിത്. ഇതൊന്ന് റെഡിയാക്കി നോക്കുക. നല്ല സൂപ്പറല്ലേ? അധികം പ്രയാസമൊന്നുമില്ലാതെ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിലുള്ള കറിയാണ്, നല്ല ടേസ്റ്റാണ്. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.